ഇന്ത്യ ഓസ്ട്രേലിയ നാലാമത്തെ ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഇന്ത്യക്ക് 333 റൺസിൻ്റെ ലീഡാണ് തന്നിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ബൗളിങ്ങിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബുംറയും സിറാജും. ഇന്ത്യൻ ബൗളേഴ്സ് ഓസ്ട്രേലിയൻ ടീമിൻ്റെ നടുവൊടിച്ചിരിക്കുകയാണ്. നാളെ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യ ഇപ്പോൾ വിജയത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ 474 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 369 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യയുടെ ബാറ്റിംഗിൽ ജയ്സ്വാളും നിതീഷുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. നിതീഷ് സെഞ്ചുറി അടിച്ചു. ഇതോടുകൂടി ഇന്ത്യക്ക് മികച്ച റൺസ് നേടാൻ സാധിച്ചു. പിന്നീട് ഇന്ന് ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിങ്സ് ആരംഭിച്ചു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബുംറയും സിറാജും ഓസീസിന്റെ നടുവൊടുക്കുകയാണ് ചെയ്തത്. മാർണസ് ലബുൻഷി മാത്രമാണ് ഒന്ന് പിടിച്ചു നിന്നത്. താരം ഇന്ന് 70 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. സിറാജാണ് ലബുൻഷിയെ പുറത്താക്കിയത്. പിന്നീട് വന്ന സ്മിത്തും പെട്ടെന്ന് ഔട്ടായി. സിറാജ് തന്നെയായിരുന്നു സ്മിത്തിനെയും ഔട്ടാക്കിയത്. ഹെഡാണെങ്കിൽ 1 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബുംറ ട്രേവിസ് ഹെഡിനെ പുറത്താക്കി. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഓസ്ട്രേലിയൻ ടീമിന് സാധിച്ചില്ല. നിലവിലിപ്പോൾ സ്റ്റംപ് എടുക്കുമ്പോൾ ഓസ്ട്രേലിയ 228 റൺസിൽ 9 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. നാളെ ഇനി ഒരു ദിവസമുണ്ട്. ഇന്ത്യക്ക് 333 റൺസ് എടുത്താൽ നാളെ ജയിക്കാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ട് 333 റൺസ് എടുക്കാൻ ഈസിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് സാധിക്കും. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനിയൊരു പക്ഷെ നാളെ ഇന്ത്യ ഓൾ ഔട്ട് ആയാൽ ഓസ്ട്രേലിയ കളി ജയിക്കും. അതിനെന്തായാലും സാധ്യതയില്ല. നിലവിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് അനുസരിച്ച് നാളെ ഇന്ത്യ ഈ റൺസ് മറികടക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഇന്ത്യ കളി ജയിക്കും, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് സമനിലയിൽ പ്രവേശിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.